ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ സെമസ്റ്ററിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതിൻ്റെ റിവിഷനാണ്. ആദ്യം നമുക്ക് മൊഡ്യൂൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിവിഷൻ്റെ പാർട്ട് 1 സ്വാഗതം. അപ്പോൾ നമ്മളെ എക്സാം ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആൾറെഡി ക്ലാസ് എടുത്തതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക, കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. കാരണം ചിലപ്പോൾ സബ്ജക്റ്റുമായി ടച്ച് കുറച്ച് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ റിവിഷനോട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ട്രിപ്പിളിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, 4 മൊഡ്യൂളിലും വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, 2 മാർക്കിനും 6 മാർക്ക് 7 മാർക്ക് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ നമ്മൾ ടോട്ടൽ മൊഡ്യൂളുകളെ കുറിച്ച് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നമുക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കുക എന്നുള്ളതൊന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. പക്ഷേ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ആദ്യത്തെ സെക്ഷനിലുള്ളത്. അഥവാ ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, പവർ, എനർജി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ, ഓംസ് ലോ, ഫാരഡേസ് ലോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ, റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, പിന്നെ സിംഗിൾ ലൂപ്പ് എ സി ജനറേറ്റർ, എ സിയുമായി ബന്ധപ്പെട്ട ടേംസ്. അതിനുശേഷം നമ്മൾ 3 ഫേസ് എ സി ജനറേഷൻ, സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ, അതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഡി സി ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, 3 ഫേസ് ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ്, അതുപോലെ തന്നെ ലെഡ് ആസിഡ് സെല്ലുകളെക്കുറിച്ചും ലെഡ് ആസിഡ് സെല്ലുകളെക്കുറിച്ചും അതിൻ്റെ എഫിഷ്യൻസി, മെയിൻ്റനൻസ്, ചാർജിങ്, ഡിസ്ചാർജിങ് ഇക്വേഷൻസ്, കാര്യങ്ങൾ, ഇതൊക്കെ അടങ്ങിയിട്ട് ഒരു ഫസ്റ്റ് മൊഡ്യൂൾ കുറച്ച് വാസ്റ്റാണ്. ഇതിൽ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിനെ നമുക്ക് 2 സെക്ഷനായിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഈ വോൾട്ടേജ്, കറണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗം. അതുപോലെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ലെഡ് ആസിഡ് സെല്ല്, ഡി സി ജനറേറ്റർ, എ സി ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ 2 മാർക്കിന് സാധാരണ ഈ ഒരു പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ഈ ഒരു പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. കാരണം ടോട്ടൽ 5 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അതിൽ ചിലപ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ബാക്കി 3 മൊഡ്യൂളിൽ നിന്നും 3 ക്വസ്റ്റ്യനായിട്ട് മൊത്തം 5 ക്വസ്റ്റ്യൻ. അപ്പോൾ അത് എങ്ങനെയും വരാം. 2 മാർക്കിന് എന്ന് പറഞ്ഞാൽ എങ്ങനെയും ചോദിക്കാം, എവിടെ നിന്ന് എടുത്ത് ചോദിക്കാം. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ തറവായിട്ട് പഠിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ കോവിഡിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് 4 മൊഡ്യൂൾ പഠിക്കേണ്ട ആവശ്യമില്ല. 3 മൊഡ്യൂൾ വ്യക്തമായി പഠിച്ചാൽ തന്നെ നിങ്ങൾ ഫുൾ മാർക്കും കിട്ടാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള 3 മൊഡ്യൂൾ നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടമായിരിക്കും ഇന്ന മൊഡ്യൂൾ പഠിക്കുക എന്നുള്ളത്. ചില ആൾക്കാർക്ക് ചില മൊഡ്യൂൾ, ചില സബ്ജക്റ്റ് കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ 4 മൊഡ്യൂളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് സമയത്തിനനുസരിച്ച്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ മൊഡ്യൂൾ 1 കുറച്ച് വാസ്റ്റ് ആണെങ്കിലും ഇത് പഠിക്കാൻ എളുപ്പമുള്ള ആൾക്കാർക്ക് ഇത് എന്ത് ചെയ്യാം, ഈ മൊഡ്യൂൾ സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ താരതമ്യം ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ അത്ര വാസ്റ്റ് അല്ല, കുറച്ച് കുറവാണ്.
DC മോട്ടോറുകളെ കുറിച്ചും AC മോട്ടോർ അഥവാ ഇൻഡക്ഷൻ മോട്ടോറുകളെ കുറിച്ചും അത് 3 ഫേസും സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളെ കുറിച്ചും പിന്നെ മോട്ടോറിൻ്റെ സ്റ്റാർട്ടറുകളെ കുറിച്ചും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ, ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളുള്ളത്. ഇത് കൂടുതൽ വാസ്റ്റായിട്ട് പഠിക്കാനില്ല. അതുമാത്രമല്ല, ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത ഇതിന് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ തന്നെയാണ് സ്ഥിരം ചോദിക്കുകയും ചെയ്യുക. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് ആ മൊഡ്യൂള് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓരോ മൊഡ്യൂളും പറയുന്ന സമയത്ത് വിശദമായിട്ട് പറയും. ഈ മൊഡ്യൂൾ നമ്മൾ 2 സെക്ഷനായി തിരിക്കുമ്പോൾ ഒന്ന് ഈ മോട്ടോറുകളെ കുറിച്ചാണ്, രണ്ടാമത്തെ ഭാഗം ട്രാൻസ്ഫോമറും. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഡെറിവേഷൻ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ ഭാഗത്ത് നിന്ന് തന്നെ മസ്റ്റായിട്ട് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ മോട്ടോറുകളും അതുപോലെ സ്റ്റാർട്ടറുകൾ. അപ്പോൾ സ്റ്റാർട്ടറുകൾ എന്ന് പറഞ്ഞാൽ 3-4 സ്റ്റാർട്ടർ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടേഴ്സ് അല്ലേ, 3 പോയിന്റ് സ്റ്റാർട്ടർ, DOL സ്റ്റാർട്ടേഴ്സ് ഒക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ സിമ്പിളാണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ്. ഏറ്റവും കുറച്ച് പഠിക്കാനുള്ളതും മൂന്നാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ ഇതെല്ലാവരും പഠിക്കണം. ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ ഹീറ്റ് പ്രൊഡക്ഷൻ ഫ്രം ഇലക്ട്രിക് പവർ, ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ്, അതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ, ഇൻഡക്ഷൻ ഫർണേസ്, ആർക്ക് ഫർണേസ്. വളരെ കുറഞ്ഞ കാര്യങ്ങളോ പഠിക്കാനുള്ളത്, വളരെ റിസ്ക്കുള്ള കാര്യങ്ങളും അല്ല. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂൾ എല്ലാവരും ഫുള്ളായിട്ടും പഠിക്കണം. പിന്നെ നാലാമത്തെ മൊഡ്യൂൾ അതും വലിയ റിസ്ക്കുള്ള കാര്യങ്ങളൊന്നും അല്ല. അത് ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. അപ്പോൾ അത് ഇലക്ട്രോണിക്സ് എളുപ്പമുള്ള ആൾക്കാർക്ക് ഇത് പഠിക്കുക. ഈ 3ഉം 4ഉം പഠിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ ഒന്നാമത്തെ മൊഡ്യൂളോ ഒന്നും കൂടി പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ടും ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. ഇനി ഏതെങ്കിലും അത്ര പഠിക്കാൻ കഴിയില്ലാത്ത ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളവർക്കാണെങ്കിൽ ഏതെങ്കിലും 2 മൊഡ്യൂൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് 3-ാമത്തെ 4-ാമത്തെ മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആരും ജസ്റ്റ് പാസിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കേണ്ട. എല്ലാവരും പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഡിപ്ലോമയിൽ നിങ്ങൾക്ക് കൂടുതൽ CGPA കിട്ടുന്നത് പരമാവധി ഇലക്ട്രിക്കലൊക്കെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് മെനക്കെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാവുന്നതേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന സബ്ജക്റ്റാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. ഓട്ടോമൊബൈലിനും ബേസ് ചെയ്തിട്ടാണെങ്കിലും മെക്കാനിക്കലിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും അതിലൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാതും എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുകയും ചെയ്യുക. അപ്പോൾ 4-ാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. റെക്ടിഫയർ, അതുപോലെ ഹാഫ് വേവ്, ഫുൾ വേവ് റെക്ടിഫയേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, SCR, പിന്നെ ലോജിക് ഗേറ്റ്സ്. അപ്പോൾ ഈ ലോജിക് ഗേറ്റ്സ് എന്നൊക്കെ എന്തായാലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ അവനാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മൊഡ്യൂൾ സെലക്ട് ചെയ്തിട്ട് അത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അത് 1-2 മൊഡ്യൂളിൽ എന്തായാലും വൃത്തിയായിട്ട് പഠിക്കുക. ബാക്കി 2 മൊഡ്യൂളും എന്ത് ചെയ്യുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പാസ്സാവാനും നല്ല മാർക്കും സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിവിഷനിലേക്ക് പോകാം. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം പറയുന്നത് എന്താണ് വോൾട്ടേജ്, എന്താണ് കറണ്ട്, എന്താണ് റെസിസ്റ്റൻസ്. ഇതൊക്കെ ആൾറെഡി നമ്മൾ ക്ലാസ് എടുത്തതാണ്. ക്ലാസ് നമ്മളിപ്പോൾ എടുക്കുന്നില്ല, കാരണം ആൾറെഡി അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. നിങ്ങൾ കേൾക്കുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു ഭാഗത്തു നിന്ന് പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടില്ല. എന്താണ് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എന്നൊന്നും ചോദിച്ചില്ല. അതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാവാം. ഈ ചോദിച്ചുകൂടാന്നൊന്നുമില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാലേ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ അത് ഇതൊക്കെ ഒന്ന് വായിച്ചു പോകും എന്തായാലും. അപ്പോൾ എന്താണ് വോൾട്ടേജ്, എന്താ റെസിസ്റ്റൻസ്, എന്താ കറണ്ട്, അങ്ങനെയൊന്നും എക്സാം ചോദിക്കാറില്ല. ഇനി ചോദിക്കാറുള്ളത് എന്താണ് പവർ, എന്താണ് എനർജി, അതും നമ്മളോട് അങ്ങനെ ഡയറക്റ്റ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ ഓംസ് ലോ
അത് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ മൊഡ്യൂള്. അപ്പോൾ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാണ്. അതിന് ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുന്നത്. അപ്പോൾ ഓംസ് ലോ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 മാർക്കിനായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട്, അതുപോലെ സീരീസ് എക്സാമിനാണെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാറുള്ളൊരു ഇതാണ് ഓംസ് ലോ. മെയിൻ എക്സാമിന് കൂടുതലും 6 മാർക്കിന് 7 മാർക്ക് വരെയൊക്കെ ചോദിക്കാം. കൂടുതൽ 6 മാർക്കിനാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഓംസ് ലോ, അതിൻ്റെ ഈ ഇക്വേഷൻസ് കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ, ഇത് ഡയറക്റ്റ് ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രോബ്ലം ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ചില സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ആ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ഈ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ആകെ ഫസ്റ്റ് മൊഡ്യൂള് മാത്രമേ പ്രോബ്ലം ചോദിക്കാറുള്ളൂ, ബാക്കിയൊക്കെ തിയറിയാണ്. ആ പ്രോബ്ലം എളുപ്പമായിട്ടുള്ള ആൾക്കാർ മാത്രം ഇത് പ്രിഫർ ചെയ്താൽ മതി. ഇതിൽ തന്നെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ, കൂടുതലും അപൂർവമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ അത് പ്രോബ്ലംസ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെയ്യാൻ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. എക്സാമ്പിൾ പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സാമ്പിളായിട്ടുള്ള പ്രോബ്ലംസ്. പിന്നെ ഇലക്ട്രിക്കൽ പവറാണ്. ഇതും ഇലക്ട്രിക്കൽ പവർ എന്ന് പറഞ്ഞിട്ട് എക്സാം ചോദിക്കാറില്ല. ഇത് ചോദിക്കൂല എന്ന് നമുക്ക് 100% പറയാൻ കഴിയില്ല. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾ വായിച്ച് നോക്കണം എന്തായാലും. പക്ഷേ പവറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. പവർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നുള്ളത് ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇലക്ട്രിക്കൽ എനർജി നമ്മൾ വീട്ടിലുള്ള, അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ ഇലക്ട്രിക്കൽ എനർജി എത്ര കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ എക്സാമിന് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഇലക്ട്രിക്കൽ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് 7 മാർക്ക് 8 മാർക്കിനൊക്കെ പലപ്പോഴും ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആൾറെഡി ചെയ്തതാണ് ഈ പ്രോബ്ലംസ്. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു മെത്തേഡ്, നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലാകെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എനർജി ഇൻ കിലോവാട്ട് ഹവർ ഈക്വൽ ടു P × T/1000 എന്നുള്ള ഈ ഒരു ഇക്വേഷനാണ്. അവിടെ പവർ നമ്മൾ ഒരുപാട് അപ്ലയൻസസ് ഉണ്ടാകുമ്പോൾ ടോട്ടൽ പവർ കാണണം എന്നുള്ളതും, അതുപോലെ ടൈം ചിലപ്പോൾ ഇവിടെ ടൈം ഹവറിലാണ്, പവർ വാട്ടിലാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പവർ കിലോ വാട്ടിൽ തരും, ടൈം സെക്കൻഡ്സിലോ അല്ലെങ്കിൽ മിനിറ്റ്സിലോ ഒക്കെ തരും. അത് നമ്മൾ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കിലോ വാട്ടിലേക്ക് നിന്ന് പവറിനെ വാട്ടിലേക്ക് മാറ്റേണ്ടി വരും. അതുപോലെ നമ്പർ ഓഫ് അപ്ലയൻസസ് ഒരുപോലത്തെ ഉണ്ടാകുമ്പോൾ, ഒരു വീട്ടിൽ 5 ലാമ്പുകൾ ഒരുപോലത്തെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു 5 × n എന്ന് പറഞ്ഞ നമ്പർ n × P × T/1000 നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ഓരോ അപ്ലയൻസസിൻ്റെയും ചെയ്തതിന് ശേഷം ടോട്ടൽ എനർജി ആ വീട്ടിൽ യൂസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതൊരു ദിവസത്തിനുള്ളത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ × 30 ചെയ്താൽ മതി. അത് 30 ദിവസമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 31 ദിവസമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 31 ദിവസം കൊണ്ട് ചെയ്യാം. ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 30 ദിവസം കൊണ്ട് ചെയ്താൽ മതി. അത് നിങ്ങൾ അതിൽ അടയാളപ്പെടുത്തിയാൽ മതി, പറഞ്ഞാൽ മതി. നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ എത്ര ദിവസത്തിനാണ്, 30 എന്നുള്ള ഒരു മാസമാണ് അല്ലെങ്കിൽ 31 ദിവസമുള്ള മാസമാണെന്നുള്ളത് പറഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ നമ്മൾ അതുകൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഒരു മാസം യൂസ് ചെയ്ത ഇലക്ട്രിക്കൽ എനർജി കാണാൻ പറ്റും. അതുവഴി നമുക്ക്
ഇലക്ട്രിസിറ്റി ബില്ല് കാണണമെങ്കിൽ നമുക്ക് 1 യൂണിറ്റിന് എത്ര റേറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ 1 കിലോ വാട്ട് ഹവറിന് എത്ര റേറ്റ് എന്നുള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ യൂസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക്കൽ എനർജി, അതിനുള്ള കറണ്ട് ബില്ല് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് ഇത്. 8 മാർക്കിനും 7 മാർക്കിനും ഒക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനും കൂടെയാണ്. പിന്നെ ഉള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ഈ ഒരു ഇതിൽ അടുത്തതായി വരുന്ന ടോപ്പിക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഇത് രണ്ടും നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഇത് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ലെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മൾ ഈ ഒരു 4 മൊഡ്യൂൾ നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാവണമെങ്കിലും അത് എക്സാമിന് എഴുതണമെങ്കിലും ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചേ തീരൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡയറക്റ്റും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതിലുള്ള സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോ ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ 6 മാർക്കിന് ചോദിക്കാറുണ്ട് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. വളരെ സിമ്പിളാണ്. 6 മാർക്കിന് ഒന്നല്ലെങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് 1ാമത്തെ മൊഡ്യൂളിൽ നിന്ന്, അല്ലെങ്കിൽ 2ാമത്തെ മൊഡ്യൂളിലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇതിലേതെങ്കിലും ഒന്ന് മാറി ചോദിക്കാറുണ്ട് പലപ്പോഴും. 6 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഡയഗ്രാമൊക്കെ വരച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, എഴുതുക. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. എങ്ങനെയാണ് ഈ എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അപ്പോൾ ജനറേറ്ററിൽ നമ്മൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അഥവാ ഫോഴ്സിൻ്റെ ഡയറക്ഷനല്ല, നമ്മളെ കറണ്ടിൻ്റെ ഡയറക്ഷൻ. ജനറേറ്ററിൻ്റെ കേസിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അതുപോലെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മോഷൻ്റെ ഡയറക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ, നമ്മൾ കണ്ടക്ടറിൻ്റെ മോഷൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കിട്ടാനാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആൾറെഡി വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തതാണ്, അത് നിങ്ങൾ കേൾക്കുക. ഇനി നമ്മൾ സിംഗിൾ ലൂപ്പ് AC ജനറേറ്റർ, ഇതൊന്നും ഡയറക്റ്റ് എക്സാമിന് ഇങ്ങനെ ചോദിക്കൂല. ഈ ചോദിക്കാവില്ല 100% പറയാൻ കഴിയില്ല, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ അടുത്തതാണ് ടേംസ് റിലേറ്റഡ് ടു AC സർക്യൂട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് സ്ഥിരമായിട്ടും ഒരുവിധമൊക്കെ ഇതിൽ നിന്ന് തന്നെ ചോദിക്കാറുള്ളത്. പലപ്പോഴും മാറി ചോദിക്കാം. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് മാക്സിമം വാല്യൂ, ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ RMS വാല്യൂ. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അതും വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഫോം ഫാക്ടർ, പവർ ഫാക്ടർ, ഇതും ഇങ്ങനെ മാറി ചോദിക്കാറുണ്ട്. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. പിന്നെ മാക്സിമം വാല്യൂ, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ആംഗിൾ ഡിഫറൻസിൻ്റെ അതിൻ്റെ കൊസൈൻ, അതാണ് കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്, അതാണ് പവർ ഫാക്ടർ. ഇതൊക്കെ 2 മാർക്കിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്, ടേംസ് റിലേറ്റഡ് ടു AC സർക്യൂട്ട്. പക്ഷെ കൂടുതൽ മാർക്കിന് ചില സമയത്ത് 6 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ 2 or 3 ടേംസ്, 3 ടേംസ് തന്നിട്ട് ഈ 2 മാർക്ക് വെച്ചിട്ട് 6 മാർക്കിനും ചോദിക്കാറുണ്ട്. പിന്നെ AC ത്രൂ റെസിസ്റ്റൻസ്, AC ത്രൂ ഇൻഡക്റ്റൻസ്, AC ത്രൂ കപ്പാസിറ്റൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ചില സമയത്ത് അപൂർവമായിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫുൾ മാർക്ക് മേടിക്കാൻ പഠിക്കുന്ന ആൾക്കാർ ഇതൊക്കെ എന്തായാലും ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പവർ ജനറേഷൻ ഓഫ് 3 ഫേസ്
സിസ്റ്റം. 3 ഫേസ് പവർ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. 6 മാർക്ക് സ്ഥിരമായിട്ടല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ ടോപ്പിക്ക് ഒഴിവാക്കാൻ പാടില്ല. ഈ മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പവർ ജനറേഷൻ ഓഫ് 3 ഫേസ് സിസ്റ്റം എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് ഈ ഒരു ഫസ്റ്റ് ഭാഗത്തു നിന്ന് 6 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. 7 മാർക്കിനും ഇടയ്ക്കൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് പവർ ജനറേഷൻ ഓഫ് 3 ഫേസ് സിസ്റ്റം. എങ്ങനെയാണ് 3 ഫേസ് പവർ ജനറേഷൻ നടത്തുന്നത്? വളരെ സിമ്പിളാണ്. ഈ ഒരു ഫിഗർ രണ്ടും നിങ്ങൾ വരച്ചിട്ട് ഈ ഒരു 2 ഫിഗർ വരച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും, PDF. പിന്നെ നമുക്കുള്ളത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് സിസ്റ്റം. ഇതും അപൂർവമായിട്ട് ഇടയ്ക്കൊക്കെ 6 മാർക്കും ചോദിക്കാറുണ്ട്. തീരെ ഒഴിവാക്കാൻ പറ്റുന്നതല്ല. എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇതെന്ത് ചെയ്യണം, വായിച്ച് നോക്കിയിരിക്കണം. പക്ഷെ ഇത് കൂടുതൽ പഠിക്കാൻ ഡീപ്പായിട്ട് പഠിക്കാനൊന്നുമില്ല. ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കി പോവാം. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത്. ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരു 90% ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. നമ്മൾ എനർജീൻ്റെ പ്രോബ്ലം പറഞ്ഞതുപോലെ തന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ ഇൻ 3 ഫേസ് സിസ്റ്റം. ഇത് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇതിന് 2 മാർക്കിനും ചോദിക്കാറുണ്ട്, 6 മാർക്കും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 8 മാർക്ക് വരെ ചോദിക്കാറുണ്ട്. സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനിലും അതിൽ ലൈൻ വോൾട്ടേജിൻ്റെയും ഫേസ് വോൾട്ടേജിൻ്റെയും ഇക്വേഷൻസ്, എന്താണ് ലൈൻ വോൾട്ടേജ്, എന്താണ് ഫേസ് വോൾട്ടേജ്, അതുപോലെ തന്നെ ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് തമ്മിലുള്ള രണ്ടിലും സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനിലുള്ള ഇക്വേഷനിലുള്ള വ്യത്യാസം. ഇത് 2 മാർക്കിനും ഇതിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 6 മാർക്കിനും ചോദിക്കാറുണ്ട് ഇതിന്, അതല്ലെങ്കിൽ 8 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു മൊഡ്യൂള്, ഇനി ഏത് മൊഡ്യൂളും നിങ്ങൾ ഈ ഒരു മൊഡ്യൂൾ സ്കിപ്പാക്കുകയാണെങ്കിൽ പോലും ഈ ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പാക്കാൻ പാടില്ല. ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തായാലും ഒരു 8 മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാനുള്ള ചാൻസ് 90% ഉണ്ട്. അപ്പോൾ ഇത് ട്രിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് DC ജനറേറ്ററാണ്. DC ജനറേറ്ററിന് ഡയറക്റ്റ് DC ജനറേറ്റർ എന്താണെന്ന് ചോദിക്കാൻ സാധ്യത കുറവാണ്. അതിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ അപൂർവമായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. 6 മാർക്കിനും 8 മാർക്കിനും 7 മാർക്കിനൊക്കെ 8 മാർക്കിനൊക്കെയാണ് കൂടുതൽ ചോദിക്കുക, അല്ലെങ്കിൽ 7 മാർക്കിന് കൺസ്ട്രക്ഷൻ ഓഫ് DC ജനറേറ്റർ. അപ്പോൾ ഇതൊന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ഫിഗർ വിത്ത് എന്താണ് അതിൻ്റെ പാർട്സുകൾ, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, ഇത്രയാണ് നിങ്ങളിതിൽ പഠിക്കേണ്ടത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പിന്നുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റർ ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പലപ്പോഴും 6 മാർക്കിന് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ 2 ഉപകാരമാണ്. ഫസ്റ്റ് മൊഡ്യൂൾ മാത്രമല്ല, സെക്കൻഡ് മൊഡ്യൂളിലും ഇതുപോലെ തന്നെ പഠിക്കാവുന്നതാണ് DC മോട്ടോർ. DC മോട്ടോറിനും ഇതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് DC മോട്ടോർ ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് 90% ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിലാകെ ഒന്ന് സെപ്പറേറ്റ്ലി എക്സൈറ്റഡും സെൽഫ് എക്സൈറ്റഡും, ഷണ്ട് സീരീസ്, കോമ്പൗണ്ട്, ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സർക്യൂട്ട്, അപ്പോൾ ആ വാക്കിൽ തന്നെ കിട്ടും. ഒന്ന് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആകുമ്പോൾ ഈ ജനറേറ്ററിൻ്റെ ആർമേച്ചറും ഫീൽഡും ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ല. സെൽഫ് എക്സൈറ്റഡ് ആകുമ്പോൾ അത് കണക്ഷൻ ഉണ്ടാവും. അതിൽ തന്നെ ഷണ്ട് ആകുമ്പോൾ പാരലലാണ്, സീരീസ് ആകുമ്പോൾ സീരീസാണ്, കോമ്പൗണ്ട് ആകുമ്പോൾ പാരലലും സീരീസും കൂടെ ഉണ്ടാവും. അതിൽ തന്നെ കുറച്ച് പാരലലും കുറച്ച് സീരീസുമായിട്ട് കണ്ടിരുന്നത്. അത് ലോങ് ഷണ്ട് ആകുമ്പോൾ ഈ സീരീസിനും ആർമേച്ചറും കൂടി മൊത്തത്തിലായിരിക്കും പാരലൽ. എന്താണ് ഷോർട്ട് ഷണ്ട് ആകുമ്പോൾ ആർമേച്ചറിന് മാത്രം പാരലും സീരീസ് വേറെ ആയിട്ടായിരിക്കും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതാണ് എഴുതേണ്ടത്. ഇത് വരക്കും ചെയ്യുക, ഇത് എഴുതും ചെയ്യുക. അപ്പോൾ അതിൽ ഇനി മോട്ടോറാണ്. ഇത് ഫസ്റ്റ് മൊഡ്യൂൾ ആകുമ്പോൾ ജനറേറ്ററാണ് ചോദിക്കുക. സെക്കൻഡ് മൊഡ്യൂൾ ആകുമ്പോൾ മോട്ടോറാണ്. മോട്ടോർ ആകുമ്പോൾ ആകെ വ്യത്യാസം നിങ്ങളിവിടെ G,
ഈ ജി എന്ന് പറഞ്ഞിട്ടുള്ളത് ജനറേറ്ററിനാണ് ജി എന്ന് എഴുതുക. ഈ ആർമേച്ചറിൽ ജി എന്ന് ഒഴിവാക്കിയിട്ട് എം എന്ന് എഴുതി കഴിഞ്ഞാൽ അത് മോട്ടോറായി. അപ്പോൾ താരതമ്യം ചെയ്ത് ഇത് രണ്ടും പഠിച്ച് നിങ്ങൾ ആ രണ്ട് മൊഡ്യൂളിലും ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിച്ചു കഴിയും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ ബാക്കിയൊക്കെ എന്താണ് സെയിമാണ്. ഇവിടെ എല്ലായിടത്തും നിങ്ങൾ ഡി സി ജനറേറ്റർ എന്നുള്ളിടത്ത് ഡി സി മോട്ടോർ എന്നാക്കിയാൽ മതി. ഈ ജി എന്നുള്ളിടത്തൊക്കെ എം എന്നാക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡി സി മോട്ടറും ഡി സി ജനറേറ്ററും ആകെ ചെറിയ വ്യത്യാസമുള്ളൂ. ഒന്ന് നമ്മൾ ഇലക്ട്രിക് എനർജി കൊടുത്തിട്ട് മെക്കാനിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നു, മറ്റേത് മെക്കാനിക്കൽ എനർജി കൊടുത്തിട്ട് ഇലക്ട്രിക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മൾ മിനി മോട്ടർ വീട്ടിലൊക്കെ നമ്മൾ ടോയ്സിലൊക്കെ ഉള്ള മിനി മോട്ടർ അത് ശരിക്കും ഒരു മോട്ടോറാണ്. അത് നമ്മൾ തിരിച്ച് നമ്മൾ അതിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ LED കണക്ട് ചെയ്താൽ ലൈറ്റ് കത്തുകയും ചെയ്യും. അപ്പോൾ DC ജനറേറ്റർ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനിലും ഇതിലും വർക്കിങ്ങിലൊക്കെ വളരെ സാമ്യതയുള്ള ഒന്നാണ് DC ജനറേറ്ററും DC മോട്ടറും. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. അതിൽ നിങ്ങൾക്ക് ഈ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ടേംസ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് സെൽഫ് എക്സൈറ്റഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടോറിനും ജനറേറ്ററിനും ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ജി മാറ്റി എം ആക്കി കഴിഞ്ഞാൽ മോട്ടോറും ജനറേറ്ററും കൺവേർട്ട് ചെയ്യുക എല്ലാത്തിലും. അപ്പോൾ എന്തായാലും പഠിക്കണം. ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളുമാണ്. അപ്പോൾ ഇത് 2 മാർക്കും ചോദിക്കാറുണ്ട്. 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ വെറും ഈ പേര് മാത്രം എഴുതിച്ചാൽ മതി. ഞാൻ അതല്ല 6 മാർക്കും ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുമ്പോൾ ഈ ഫിഗറും ഇതിൻ്റെ പേര് എഴുതിച്ചാൽ മതി. ഞാൻ അതല്ല 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓരോന്നിനെ കുറിച്ചും സിമ്പിളായിട്ട് ഒരു വരി എന്താണത് എന്നുള്ളത് എഴുതുകയും ചെയ്ത് കഴിഞ്ഞാൽ 8 മാർക്കിനും കൂടെ ആയി. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് 3 ഫേസ് ആൾട്ടർനേറ്റർ ആണ്. ഇതിൽ ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ചില സമയത്ത് കൺസ്ട്രക്ഷൻ ഓഫ് 3 ഫേസ് ആൾട്ടർനേറ്റർ എന്ന് 8 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിരിക്കണം. ഇതിൽ തന്നെ കൂടുതൽ ചോദിക്കാറുള്ളത് സാലിയൻറ്റ് പോളും നോൺ സാലിയൻറ്റ് പോളിനെ കുറിച്ചാണ്. അതിൻ്റെ റോട്ടോറിൻ്റെ ടൈപ്പുകൾ അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇതിൽ വീഡിയോ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങളെ പ്രിൻ്റഡ് നോട്ടിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം, റോട്ടോറിൻ്റെ ടൈപ്പ് സാലിയൻറ്റ് പോൾ നോൺ സാലിയൻറ്റ് പോൾ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഒരു മൊഡ്യൂളിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സെല്ലുകളെ കുറിച്ചാണ്. എന്താണ് സെല്ല്, എന്താണ് പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്. അപ്പോൾ ഇതിൽ സെക്കൻഡറി സെല്ല് എന്താണ്, പ്രൈമറി സെല്ല് എന്നതൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ കമ്പാരിസൺ അപൂർവമായിട്ടൊക്കെ ചോദിക്കാറുണ്ട് 6 മാർക്കിനൊക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോവുക, വളരെ സിമ്പിളാണ്. 2 മാർക്കിന് സെക്കൻഡറി സെല്ല് പ്രൈമറി സെല്ലൊക്കെ എന്താണൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ലെഡ് ആസിഡ് സെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ലെഡ് ആസിഡ് സെല്ല് അത് ഈ മൊഡ്യൂളിൻ്റെ 2ാമത്തെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഭാഗം വൃത്തിയായിട്ട് പഠിക്കുക, എല്ലാം കൂടിയും എങ്ങനെയെങ്കിലും പഠിക്കാതെ പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കുക. 2ാമത്തെ ഭാഗം എന്ന് പറയാൻ കാരണം നമ്മൾ 15 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു മൊഡ്യൂളിൽ നിന്ന്. അതിൽ ഏതെങ്കിലും ഒന്ന് ഓർ ക്വസ്റ്റ്യനായിട്ട് ഉണ്ടാവും. ഏതെങ്കിലും ഒരു സെറ്റ് എഴുതിയാൽ മതി. ഒരു 7, ഒരു 8 മാർക്ക്, ഒരു 7, 8 മാർക്ക്. ആദ്യത്തെ 7, 8 മാർക്ക് വരിക ഈ ഫസ്റ്റ് ഭാഗത്തു നിന്നാണ് സാധ്യത. നമ്മളെ പ്രോബ്ലവും അതുമായി സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷനുമായി ബന്ധപ്പെട്ട ആ ഒരു സെക്ഷൻ. ഈ ഭാഗത്ത് 2ാമത്തെ ഭാഗത്തു നിന്ന് വരുന്നത് നമ്മളെ ഈ സാലൻറ്റ് ബോൾ, നോൺ സാലൻറ്റ് ബോൾ, ഈ ആൾട്ടർനേറ്റർ, ഇതൊക്കെ ആ ഒരു ഭാഗവും. പിന്നെ വരുന്നത് ഈ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ എന്താണ് കപ്പാസിറ്റി ഓഫ് ബാറ്ററി, ഇതൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. എഫിഷ്യൻസി ഓഫ് ബാറ്ററി 2 മാർക്കിന് ചോദിക്കുള്ളൂ. ബാറ്ററി റേറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. മെയിൻ്റനൻസ് ഓഫ് ലെഡ് ആസിഡ് സെല്ല് ഇത് അപൂർവമായിട്ടൊക്കെ ചോദിക്കാറുള്ളൂ. 6 ചോദിക്കുകയാണെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ. പിന്നെ നമ്മൾ ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി അത് നമ്മൾ ആൾറെഡി ഇത് ക്ലാസ്സിൽ എടുത്തതാണ്. അത് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ കെമിക്കൽ റിയാക്ഷൻ, ഈ ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ ഡിസ്ചാർജിങ് ആൻഡ് ചാർജിങ് സമയത്ത് കെമിക്കൽ റിയാക്ഷൻസ് അതൊക്കെ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അതൊക്കെ വിശദമായിട്ട് നമ്മൾ നോട്ടിലുണ്ട്.
അപ്പോൾ ഈ ഒരു ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് സെല്ല് ഇതൊക്കെ നിങ്ങൾ പ്രിൻ്റഡ് നോട്ടിലുണ്ടാവും. സാറ് ഇങ്ങോട്ട് നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ആൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മെക്കാനിക്കൽ സ്റ്റുഡൻസും ഉണ്ട്, അതുകൊണ്ട് അവരോടാണ് പറഞ്ഞത്, അവർക്കും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ നോട്ട് ഇതിലുണ്ടാവും. നോട്ടിൽ ഈ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങൾ അത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് സെല്ല്, പിന്നെ കൺസിഷൻ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സെക്ഷൻ പഠിക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ സെഷൻ ലെഡ് ആസിഡ് ബാറ്ററി നിങ്ങൾ തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഈ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫുൾ തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്തായാലും പഠിക്കണം. കൺസിഷൻ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി ഇതും പഠിക്കണം. ഓക്കെ, അതോടെ ഏകദേശം ഈ മൊഡ്യൂള് കംപ്ലീറ്റ് ആയി. പിന്നെ 2 മാർക്കിനാണ് പിന്നെ ഈ ഭാഗത്തു നിന്ന് ചോദിക്കാറുള്ളത്. ഈ എഫിഷ്യൻസി ഓഫ് ബാറ്ററി റേറ്റിംഗ് ഒക്കെ ചോദിക്കാറുള്ളത്, കപ്പാസിറ്റി ഓഫ് ബാറ്ററി ഒക്കെ 2 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതും നിങ്ങൾ വായിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മൊഡ്യൂള് 2 മൊഡ്യൂള് വൃത്തിയായിട്ട് പഠിക്കണം. ആ 2 മൊഡ്യൂള് പരമാവധി ടോപ്പിക്സ് ഉൾക്കൊള്ളിച്ച് പഠിക്കുക. ബാക്കി 2 മൊഡ്യൂൾ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി. ഈ മൊഡ്യൂളിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രെസ് ചെയ്ത് പഠിക്കണം. അത് തന്നെ നിങ്ങൾക്ക് ഓരോ സെക്ഷനായിട്ട് പഠിക്കാനുള്ളതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. അതിനെ ഓരോ ഭാഗം ഇപ്പോൾ 2 മാർക്കിന് എന്ന് പറഞ്ഞത് അതിനനുസരിച്ച് പഠിച്ചാൽ മതി. 6 മാർക്ക് 8 മാർക്കിന് പറഞ്ഞത് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ആദ്യം 2 മാർക്കിൻ്റെയൊക്കെ, അതിന് ശേഷം നമ്മൾ 6 മാർക്ക് 8 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഏപ്രിൽ 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിഫൈൻ ഫോം ഫാക്ടർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആൾറെഡി നമ്മൾ